സാന്നിധ്യം കൊണ്ട് സദസ്സ് സമ്പന്നമാക്കിയ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നൂറുകണക്കിന് ക്യാമറകളും പോലീസും നിയമങ്ങളുമൊക്കെയുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് നമ്മുടെ കേരളം. ഇങ്ങനെയുള്ള കേരളത്തിൻ്റെ മികച്ച വിദ്യാഭ്യാസ രീതികളും ആരോഗ്യ പരിപാലനവും തൊഴിലവസരങ്ങളുമെല്ലാം കണ്ടുകൊണ്ട് ഒരു അതിഥി തൊഴിലാളി കുടുംബം കേരളത്തിലേക്ക് കുടിയേറി പാർക്കുന്നു. സന്തോഷത്തിലും സമാധാനത്തിലുമെല്ലാം അവരുടെ ജീവിതം മുൻപോട്ട് പോകുന്നു. എന്നാൽ ഒരു ദിവസം അവരെയും കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ആ കൊടും ക്രൂരത അരങ്ങേറുന്നു. അതെ, എല്ലാവർക്കും എൻ്റെ ഏകാഭിനയത്തിലേക്ക് സ്വാഗതം. എന്തിന് കൊടും ക്രൂരത? നന്ദിനി മോളെ, നന്ദിനി മോളെ, മോള് ഇവിടെ എടുക്കുക. മാമ മോക്ക് മിഠായി വാങ്ങിച്ചരട്ടെ. മോൾ ആരോടും ഒന്നും പറയണ്ട. മോള് മാമൻ്റെ കൂടി വന്നാൽ മാത്രം മതി കേട്ടോ. വാ മോളെ, നമുക്ക് പോകാം. നന്ദിനി, ചെലോ. നന്ദിനി, 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 കടവുളെ, നന്ദിനി, നന്ദിനി. അയ്യോ, കുഴന്ത എങ്ക പോയിടുച്ച്. കടവുളെ, നന്ദിനി, മുരുകണ്ണ, മുരുകണ്ണ. എന്താ പറ്റിയത്? എന്താ രുക്മിണി? മുരുകണ്ണ, കുഴന്ത നന്ദിനി മോളെ കാണുന്നില്ല മുരുകണ്ണ. എവിടെ പോയെന്ന് അറിയില്ല മുരുകണ്ണ. ഞാൻ വേലക്ക് പോയിട്ടുണ്ട്. ഇപ്പതാ വന്നേ. നന്ദിയെ കാണവില്ലല്ലോ മുരുകണ്ണ. നീ ധൈര്യമായിട്ടിരിക്കേ, ഞാനൊന്ന് അവിടേക്ക് നോക്കിയിട്ട് വരാം. നീ ഇവിടെ നിൽക്ക്. കടവുളെ, നന്ദിനി. എന്താടി, എന്താ ഒരു ബഹളം? നിങ്ങൾ വന്നോ? നമ്മുടെ മോള് നന്ദിനെ കാണുന്നില്ല. എന്താണ് നമ്മുടെ കുഞ്ഞ് നന്ദിനെ കാണുന്നില്ലെന്നോ? നീ എന്തായി പറയുന്നത്? നമ്മുടെ മോള് നന്ദിനെ കാണുന്നില്ലല്ലോ. ഞാൻ എല്ലായിടത്തും നോക്കി. അവളിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇല്ല ഇല്ല, അവളിവിടെ എവിടെയും ഇല്ല. അവൾ എവിടെയും ഉണ്ടെങ്കിലും എൻ്റെ ഒരു സ്വരം കേട്ടാൽ മതി, അവൾ വരും. നമ്മുടെ മോക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. നമ്മുടെ മോക്ക് എന്താ പറ്റിയത്? നീ ധൈര്യമായിട്ടിരിക്കേ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പോയി നോക്കാം. നീ ധൈര്യമായിട്ടിരിക്കേ, നമ്മുടെ മോക്ക് ഒന്നും ഉണ്ടാവില്ല. ആരാ അത്? വന്നോളൂ. സാറേ, എൻ്റെ കുഞ്ഞ് നന്ദിനി മോളെ കാണുന്നില്ല സാറേ. വാട്ട്? കുഞ്ഞിനെ കാണുന്നില്ലെന്നോ? ഓ മൈ ഗോഡ്, എന്താ സംഭവിച്ചത്? സാറേ, ഞങ്ങൾ ആരും വീട്ടിലില്ലായിരുന്നു. വന്നു നോക്കുമ്പോൾ കുട്ടിയെ കാണുന്നില്ല സാറേ. എൻ്റെ മോക്ക് എന്ത് പറ്റി? നിങ്ങളൊരു കാര്യം ചെയ്യും, കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ തരൂ, ഞങ്ങൾ അന്വേഷിക്കാം. നിങ്ങൾ സമാധാനമായിട്ടിരിക്കുന്നേ. വലിയ ഉപകാരം സാറേ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ജനത്തിരക്കേറിയ മാർക്കറ്റിൽ. ഒന്ന് മാറി നിൽക്കണോ? ഡോ സതീശ, ആളൊക്കെ പിടിച്ച് മാറ്റിക്കാ. കൊച്ചിന്റെ അമ്മ ഒന്ന് നോക്കട്ടെ. ഒന്നങ്ങോട്ട് മാറി നിൽക്കണോ? മാറി നിൽക്കാൻ കൂടി. മാഡം ഒന്ന് വേഗാവട്ടെ. നമസ്കാരം. കേരള മനസാക്ഷി ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു കൊടും കൃത്യം അരങ്ങേറിയിരിക്കുന്നു. വെറും 5 വയസ്സ് മാത്രമുള്ള നന്ദിനി എന്ന പിഞ്ചു ബാലിക അതിദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഏതായാലും പ്രതിയെ എത്രയും വേഗം പിടികൂടാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ തുടരുക. എൻ്റെ ദൈവമേ, എന്നാലും കേട്ടോ, നമ്മുടെ ശരവണനെ നന്ദിനി മുളക്കൊന്നെന്ന് വിശ്വസിക്കാൻ പോലും പറ്റണില്ല. അപ്പനും മോളും പോലത്തെ ബന്ധമായിരുന്നില്ലേ? എൻ്റെ ദൈവമേ. ഇതാ മറ്റുള്ളവർ പറയണത്, ഒറ്റ എണ്ണത്തിനെയും കുടിച്ചുവെള്ളത്തെ വിശ്വസിക്കരുതെന്ന്. ഇപ്പൊ കണ്ടില്ലേ? അത് തന്നെ. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോടതിക്ക് മുൻപിലാണ്. നന്ദിനി എന്ന പെഞ്ച് ബാലികയുടെ വിധി വരുന്ന ദിവസമാണിന്ന്. ഇവിടെ ജനങ്ങൾ ആകെ ആക്രോശത്തിലാണ്. നന്ദിനിക്ക് നീതി വേണം, നന്ദിനിക്ക് നീതി വേണം. അല്പസമയത്തിനുള്ളിൽ പ്രതിയും കൊണ്ട് ഭരണകൂടം എത്തുന്നതാണ്. ഏതായാലും കുട്ടിയുടെ അച്ഛൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. പറയൂ സാർ. ഞാൻ എന്ത് പറയാനാ മാഡം?
എൻ്റെ കുഞ്ഞനുഭവിച്ച ഒരു വേദനയുടെ പകുതിയെങ്കിലും അവൻ അനുഭവിക്കോ? ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്നൊക്കെ പറഞ്ഞിട്ടും കേരളത്തിലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലല്ലോ സാറേ. എൻ്റെ മുഖം നീതി കിട്ടോ സാറേ? അവന് തൂക്ക് കയറി തന്നെ കിട്ടണം. അതാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും ആഗ്രഹം. എൻ്റെ മോക്ക് നീതി കിട്ടില്ല സാറേ, എൻ്റെ മോക്ക് നീതി കിട്ടില്ല. അതെ, ശരിയാണ്. എവിടെ ഗോവിന്ദൻ ചാമി, എവിടെ കിരൺ? സൗമ്യയെ പോലെ, ജിഷയെ പോലെ ജീവിച്ച കുതിരാത്ത പെൺകുട്ടികളുടെ ഇടയിലേക്ക് ഇതാ ഇപ്പോൾ കൊച്ചു നന്ദിനിയും. ഏതായാലും ഒരു ചോദ്യം മാത്രം ബാക്കി. ഇനിയും എത്ര ദിവസങ്ങൾ, ഇനിയും എത്ര നന്ദിനിമാർ? നന്ദി.